നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. US പൈലറ്റിനെ കയ്യിൽ കിട്ടിയാൽ തല ചിതറിച്ച് ടെഹ്റാനിൽ കെട്ടിത്തൂക്കും. അതിന്റെ വീഡിയോ പുറത്തുവിടും. അമേരിക്കയ്ക്ക് ലൈവായിട്ട് അത് കാണാം. ട്രംപ് ആ ദൃശ്യങ്ങൾ കാണണം. അമേരിക്കയ്ക്ക് നേരെ വലിയ കൊലവിളിയുമായി രംഗത്തേക്ക് അതിശക്തമായി പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു ഇറാൻ. അമേരിക്കയുടെ ആത്മാഭിമാനത്തിൽ കയറി അടിക്കുകയാണ് ഇറാൻ ഇപ്പോൾ. ആർക്കും തൊടാൻ കഴിയാത്ത അമേരിക്കയുടെ പോർ വിമാനങ്ങളും പടക്കപ്പലുകളുമാണ് ഇറാൻ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനോടൊപ്പം US സൈനികരെയും തീർക്കാനുള്ള എല്ലാ നീക്കങ്ങളും ഇറാൻ പുറത്തെടുക്കുന്നു. ഇറാനിൽ തകർന്നു വീണ അമേരിക്കൻ പോർ വിമാനത്തിലെ പൈലറ്റ് ഇപ്പോൾ ഇറാന്റെ ഏതോ ഒരു ഭാഗത്ത് അഭയം തേടിയിരിക്കുകയാണ്. എന്നാൽ അയാളെ കണ്ടെത്തുന്നതിനുള്ള തിരച്ചിൽ വ്യാപകമാക്കിയിരിക്കുകയാണ് IRGC. അയാളെ എത്രയും പെട്ടെന്ന് രക്ഷിക്കാനുള്ള നീക്കം US നടത്തുന്നു. എന്നാൽ അതത്ര എളുപ്പമല്ല. US സൈനികർക്ക് ഇറാനിൽ ഇറങ്ങാൻ കഴിയില്ല. ആ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അമേരിക്കയിലാകട്ടെ വലിയ പ്രതിഷേധങ്ങൾ ഉടലെടുക്കുന്നു. അമേരിക്കൻ സൈനികരെ ട്രംപ് കൊണ്ട് കൊല്ലിക്കുന്നു എന്നുള്ള വലിയ പ്രതിഷേധവും ആരോപണവും വിവാദവും പൊട്ടിത്തെറിയുമാണ് അമേരിക്കയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആരെങ്കിലും ഞങ്ങളുടെ പൈലറ്റുമാരെ കണ്ടോ? ഡൊണാൾഡ് ട്രംപിനെ ഇപ്പോൾ പരിഹസിച്ച് ഇറാനിൽ ആഘോഷമാണ് നടക്കുന്നത്. അമേരിക്കൻ പൈലറ്റ് ഇറാനിൽ കുടുങ്ങിയത് IRGC ആവേശത്തിലെടുത്തിരിക്കുകയാണ്. ഇയാളെ എത്രയും പെട്ടെന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി പല ഭാഗത്തേക്കായി IRGC ഇരച്ചിറങ്ങിയിരിക്കുന്നു. ഇതിനിടെ US-ന് നേരെ വിരൽ ചൂണ്ടി ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖർ ഖാലിബാഫും രംഗത്തേക്ക്. ഇറാനിലെ ഭരണമാറ്റം എന്ന ലക്ഷ്യത്തിൽ നിന്ന് ആരെങ്കിലും ഞങ്ങളുടെ പൈലറ്റുമാരെ കണ്ടോ? ദയവായി ഒന്ന് നോക്കാമോ എന്ന നിലയിലേക്ക് അമേരിക്ക തരം താണിരിക്കുകയാണ്. എന്തൊരു അവിശ്വസനീയമായ പുരോഗതി! തികഞ്ഞ പ്രതിഭകൾ തന്നെ. ഇതായിരുന്നു ഖാലിബാഫ് ട്രംപിനെ ആക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞത്. കയ്യിൽ കിട്ടിയാൽ അവനെ ഇഞ്ചിഞ്ചായി തീർക്കുമെന്നാണ് IRGCയുടെ കൊലവിളി. എന്നാൽ ഒരു തുള്ളിച്ചോര US പൈലറ്റിന്റെ ദേഹത്ത് നിന്ന് വീണാൽ മൊത്തം ഇറാനെ തീർക്കുമെന്ന് ട്രംപിന്റെ മറുപടി. ദിനം പ്രതി അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടികൾ ഇറാന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടാകുകയാണ്. അമേരിക്കയുടെ ആത്മാഭിമാനത്തിലാണ് ഇറാൻ കയറി അടിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അതായത് ലോകരാജ്യങ്ങൾ പോലും ഞെട്ടുകയാണ് അമേരിക്കയുടെ പോർ വിമാനങ്ങളും പടക്കപ്പലുകളും ഡ്രോണുകളും ഇറാൻ ആക്രമിക്കുന്നത് കണ്ട്. ഇറാൻ ഇതെങ്ങനെ സാധിക്കുന്നു എന്നുള്ള ചോദ്യവും ആശങ്കയുമാണ് ലോകരാജ്യങ്ങളിൽ ഉയർന്നിരിക്കുന്നത്. ഇറാനെ സഹായിക്കാൻ ചൈനയും റഷ്യയും രംഗത്തുണ്ട് എന്നുള്ള വാദത്തിന്റെ മൂർച്ച കൂട്ടുകയാണ് ഡൊണാൾഡ് ട്രംപ്. F-15 പുറമെ US-ന്റെ MQ-1 ഡ്രോൺ വെടിവെച്ചിട്ടതായി ഇറാൻ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. ഇസ്ഫഹാൻ മേഖലയിലാണ് ഡ്രോൺ വെടിവെച്ചിട്ടതെന്ന് ഇറാന്റെ അവകാശവാദം. US ഇതിനോട് പ്രതികരിച്ചിട്ടില്ല. US-ന്റെ 2 വിമാനങ്ങൾ വീഴ്ത്തിയതായി ഇറാൻ നേരത്തെ അവകാശപ്പെട്ടിരുന്നു. ഒരു വിമാനം തകർന്നതായി US പിന്നീട് സ്ഥിരീകരിച്ചു. ഇറാനുമായുള്ള യുദ്ധത്തിൽ ഇതുവരെ 13 സൈനികർ കൊല്ലപ്പെടുകയും 365 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി പെന്റഗണും സ്ഥിരീകരിച്ചു. വെള്ളിയാഴ്ച 2 യുദ്ധവിമാനങ്ങൾ തകർന്നു വീണ സംഭവത്തിൽ ഉൾപ്പെട്ട സൈനികർ ഈ കണക്കിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് വ്യക്തമല്ല. പരിക്കേറ്റവരിൽ 247 പേർ US ആർമി സൈനികരും 63 പേർ നാവികസേന അംഗങ്ങളും 19 പേർ മറീനുകളും 36 പേർ വ്യോമസേന അംഗങ്ങളുമാണ്. ഇറാനിൽ വീണത് 2 US വിമാനങ്ങളാണ്. ഇത് ലോകരാജ്യങ്ങളെ പോലും അത്ഭുതപ്പെടുത്തുന്നു. ഇറാൻ വലിയൊരു ശേഷി അല്ലെങ്കിൽ ഒരു ശക്തി ആർജിച്ചെടുത്തിരിക്കുന്നു എന്നുള്ളത് വ്യക്തമായിരിക്കുകയാണ്. ഇതിന് ഇറാനെ സഹായിക്കുന്നത് ആരാണ്? അതൊരു ചോദ്യം തന്നെയാണ്. അമേരിക്കയുടെ ബ്ലാക്ക് ഹോക്കിന് നേരെയാണ് വെടിവെപ്പ് നടന്നത്. 2 US വിമാനങ്ങൾ ഇറാന്റെ വ്യോമപരിധിയിലാണ് തകർന്നു വീണിരിക്കുന്നത്. അത്ര നിസ്സാര സംഭവമല്ല നടന്നിരിക്കുന്നത്. ഔദ്യോഗികമായി US ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും നിരവധി ഉദ്യോഗസ്ഥർ അമേരിക്കൻ മാധ്യമങ്ങളോട് അനൗദ്യോഗികമായി ഇക്കാര്യം വെളിപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. പൈലറ്റുമാരിൽ 2 പേരെ കണ്ടെത്തിയത് വലിയ ആശ്വാസം തന്നെയാണ്. 2 പേർക്കായുള്ള തിരച്ചിൽ പുരോഗമിക്കുന്നതിനിടെ ഒരാളെ വീണ്ടും കണ്ടെത്താൻ കഴിഞ്ഞതും വലിയ ആശ്വാസമായി അമേരിക്കൻ സൈന്യം കാണുന്നു. എന്നാൽ ഒരാൾ മിസ്സിംഗ് ആണ്. ഹോർമുസ് കടലിടുക്കിന് സമീപം തകർന്നു വീണ A-10 വാർത്തോഗ് യുദ്ധവിമാനത്തിലുണ്ടായിരുന്ന 2 വൈമാനികരിൽ ഒരാളെയാണ് പിന്നീട് കണ്ടെത്തിയത്. മറ്റേ ആൾക്കായിട്ടാണ് ഇപ്പോൾ തിരച്ചിൽ നടക്കുന്നത്. എന്നാൽ തിരച്ചിൽ നടത്തുന്നതിന് വേണ്ടി US സൈന്യം ഇറാനിൽ ഇറങ്ങാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് നടക്കാത്ത ഒരു സാഹചര്യമാണ്. നിരന്തരം ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇറാൻ. പ്രത്യേകിച്ച് അമേരിക്കയുടെ പോർ വിമാനങ്ങൾ ലക്ഷ്യമാക്കിയാണ് ഇപ്പോൾ ഇറാൻ ആക്രമണം നടത്തുന്നത്. F-15 ഈ അപകടത്തിൽ കാണാതായ പൈലറ്റിന് വേണ്ടിയുള്ള തെരച്ചിലിൽ പങ്കെടുത്ത 2 ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററുകൾക്ക് നേരെയായിരുന്നു ഇറാൻ സൈന്യം വെടിവെച്ചത്.
കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 2 US യുദ്ധവിമാനങ്ങൾ കൂടാതെ 2 ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററുകളും ഇറാൻ വെടിവെച്ചിട്ടിരിക്കുന്നു. ലോകം ഇപ്പോൾ വിറയ്ക്കുകയാണ് ഇറാന്റെ ഈ ഒരു നീക്കത്തിൽ. തദ്ദേശീയമായി ഇറാൻ വികസിപ്പിച്ചെടുത്ത മജീദ് വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ കരുത്താണ് ഈ വിജയങ്ങൾക്ക് പിന്നിലെന്ന് വിലയിരുത്തപ്പെടുന്നു. 2021 ഇറാൻ സേനയുടെ ഭാഗമായ ഈ സംവിധാനം താഴ്ന്ന ഉയരത്തിൽ പറക്കുന്ന ലക്ഷ്യങ്ങളെ തകർക്കാൻ രൂപകൽപ്പന ചെയ്തതാണ്. യുദ്ധം ആരംഭിച്ച ഫെബ്രുവരി 28 മുതൽ MQ-9 ഹൊറോൺ തുടങ്ങിയ അത്യാധുനിക ഡ്രോണുകളെയും മറ്റ് ഹൈ വാല്യൂ UAVകളെയും തകർക്കാൻ മജീദ് സംവിധാനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. റഡാർ സിഗ്നലുകൾ പുറത്തുവിടാതെയുള്ള പാസീവ് ഇൻഫ്രാറെഡ് ഡിറ്റക്ഷൻ സാങ്കേതിക വിദ്യയാണ് മജീദ് മിസൈലുകൾ ഉപയോഗിക്കുന്നത്. ഇത് വിമാനങ്ങളിലെയും ഡ്രോണുകളിലെയും വാർണിംഗ് റിസീവറുകൾക്ക് ഇവയെ മുൻകൂട്ടി തിരിച്ചറിയുന്നത് പ്രയാസകരമാക്കുന്നു. റഡാറിനെ ആശ്രയിക്കുന്നതിന് പകരം വിമാനങ്ങളിൽ നിന്നും ഡ്രോണുകളിൽ നിന്നുമുള്ള ചൂട് തിരിച്ചറിഞ്ഞാണ് ഈ മിസൈലുകൾ ലക്ഷ്യം കണ്ടെത്തുന്നത്. ഇത് F-35 പോലുള്ള അത്യാധുനിക സ്റ്റെൽത്ത് വിമാനങ്ങൾക്ക് പോലും വലിയ ഭീഷണിയാണ്. 8 കിലോമീറ്റർ ദൂരപരിധിയും 6 കിലോമീറ്റർ ഉയരപരിധിയുമാണ് മജീദ് സിസ്റ്റത്തിനുള്ളത്. റഡാർ ഉപയോഗിക്കുന്നതിലെ പരിമിതികൾ മറികടന്ന് അപ്രതീക്ഷിത ആക്രമണങ്ങളിലൂടെ ശത്രുക്കളെ ഞെട്ടിക്കുന്ന അസമെട്രിക് വാർഫെയർ രീതിയാണ് ഇറാൻ പിന്തുടരുന്നത്. ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇപ്പോൾ മിസൈൽ നഗരങ്ങളിലും ടണലുകളിലും ഒളിപ്പിച്ചിരിക്കുകയാണ്. ഒരു സ്ഥലത്ത് നിന്ന് മിസൈൽ തൊടുത്തുവിട്ട ശേഷം ഉടൻ തന്നെ സ്ഥലം മാറ്റുന്ന ഷൂട്ട് ആൻഡ് സ്കൂട്ട് രീതിയിലുള്ള മൊബൈൽ ലോഞ്ചറുകളാണ് ഇറാൻ പ്രധാനമായും ഉപയോഗിക്കുന്നത്. ഇത് അമേരിക്കൻ സേനയ്ക്ക് വലിയ വെല്ലുവിളിയായാണ് കണക്കാക്കപ്പെടുന്നത്. ഇതിനു മുൻപ് അമേരിക്കയുടെ വിമാനങ്ങൾ തങ്ങൾ തകർത്തു എന്ന് ഇറാൻ വാദിക്കുമ്പോഴും അതിന്റെ തെളിവുകൾ പുറത്തുവിടാൻ ഇറാന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിൽ അമേരിക്കയുടെ വിമാനങ്ങൾ തകർത്തതിന്റെ തെളിവുകൾ ഉൾപ്പെടെ ഇറാൻ പുറത്തേക്ക് വിടുകയും ചെയ്തിട്ടുണ്ട്. ഇറാനെ പൂർണ്ണമായും തകർത്തെന്നും യുദ്ധം ഉടൻ അവസാനിപ്പിക്കുമെന്നും ട്രംപ് പ്രഖ്യാപിച്ച് 2 ദിവസത്തിന് ശേഷമാണ് ഈ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. 6ാം ആഴ്ചയിലേക്ക് കടക്കുന്ന ഈ യുദ്ധം ആഗോള സമ്പദ് വ്യവസ്ഥയെയും ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. US ഇസ്രയേൽ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഗൾഫ് മേഖലയിലെ ഊർജ നിലയങ്ങൾ ലക്ഷ്യം വെച്ചും ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള എണ്ണക്കടത്ത് തടഞ്ഞുമാണ് ഇറാൻ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനിടെ മറ്റ് ചില സംഭവ വികാസങ്ങൾ കൂടി നടന്നിട്ടുണ്ട്. അതായത് ഇറാൻ അമേരിക്കയുടെ വിമാനങ്ങൾ ആക്രമിച്ചതിന് ശേഷം ചില വീഡിയോകളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. ഈ സംഭവത്തിന് മറ്റൊരു കൗതുകകരമായ വശം കൂടിയുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണിത്. മാർച്ച് 14 ചൈനീസ് സോഷ്യൽ മീഡിയയിൽ ഒരു എഞ്ചിനീയർ പങ്കുവച്ച വീഡിയോ വലിയ രീതിയിൽ വൈറലായിരുന്നു. അമേരിക്കയുടെ F-35 വിമാനങ്ങളെ എങ്ങനെ തകർക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു വിശദീകരണമായിരുന്നു ആ വീഡിയോയിൽ ഉണ്ടായിരുന്നത്. അതിന് കൃത്യം 5 ദിവസത്തിന് ശേഷമാണ്, അതായത് മാർച്ച് 19 ഇത്തരമൊരു വിമാനം തകർത്തതായി ഇറാൻ അവകാശപ്പെട്ടു. അത്യാധുനിക സാങ്കേതിക വിദ്യയുടെയും ആയുധബലത്തിന്റെയും പിൻബലത്തിൽ ഇറാനെ തകർക്കും എന്ന അമേരിക്കൻ മോഹങ്ങൾ കരിഞ്ഞുണങ്ങുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2 ദശാബ്ദത്തിലേറെയായി ആരും വെല്ലുവിളിക്കാനില്ലാതിരുന്ന അമേരിക്കൻ വ്യോമസേനയ്ക്ക് ഇറാന്റെ മിസൈലുകൾ നൽകിയത് ഒരിക്കലും മറക്കാനാകാത്ത പ്രഹരം തന്നെയാണ്. അത് നമ്മൾ മനസ്സിലാക്കിയേ മതിയാകൂ. ഇറാന്റെ മിസൈൽ ശേഷിയും ഡ്രോൺ കരുത്തും താൻ തകർത്തു എന്ന് വീരവാദം മുഴക്കിയ ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകൾ വെറും പൊള്ളയാണെന്ന് ഈ സംഭവങ്ങൾ തെളിയിക്കുന്നുണ്ട്. അമേരിക്കയുടെ അഭിമാനമാണ് F-15E സ്ട്രൈക്ക് ഈഗിളും A-10 ആക്രമണ വിമാനവും. പേർഷ്യൻ ആകാശത്ത് ഇത് രണ്ടുമാണ് വെടിയേറ്റ് വീണത്. അത് തകർന്നിരിക്കുന്നത് വിമാനങ്ങൾ മാത്രമല്ല, മറിച്ച് അമേരിക്കയുടെ ആഗോള ആധിപത്യം കൂടിയാണ്. പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടു എന്ന് ട്രംപ് വിശേഷിപ്പിച്ച ഒരു രാജ്യം എങ്ങനെയാണ് ഇത്ര കരുത്തോടെ തിരിച്ചടിക്കുന്നത് എന്ന ചോദ്യത്തിന് മുന്നിൽ അമേരിക്കയും നിശബ്ദമാകുകയാണ്. 20 വർഷമായി അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ സുരക്ഷിതമായി പറന്നിരുന്ന കാലം അവസാനിച്ചിരിക്കുന്നു. ഇറാഖിലെയും അഫ്ഗാനിസ്ഥാനിലെയും ദുർബലരായ വിമതരോട് പോരാടി ശീലിച്ച അമേരിക്കൻ പൈലറ്റുമാർക്ക് ഇറാൻ എന്ന കരുത്തുറ്റ ശത്രുവിന്റെ പ്രഹരശേഷി ഉൾക്കൊള്ളാനാകുന്നില്ല. അത്യാധുനിക F-15 വിമാനങ്ങൾ പോലും ഇറാന്റെ തോളിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന മിസൈലുകൾക്ക് മുന്നിൽ നിസ്സഹായരാകുന്നത് അമേരിക്കൻ സൈന്യത്തിന്റെ ആത്മവിശ്വാസത്തിന് കനത്ത പ്രഹരമേൽപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇതിന് തിരിച്ചടി നൽകും എന്നുള്ള ഒരു പ്രഖ്യാപനവുമായിട്ടാണ് ഡൊണാൾഡ് ട്രംപ് നിൽക്കുന്നത്. ഇറാൻ ദുർബലമാണെന്ന അമേരിക്കൻ തിങ്ക് ടാങ്കുകളുടെ പ്രചാരണം പച്ചക്കള്ളമാണെന്ന് തെളിയുന്നു എന്നാണ് ഇപ്പോൾ ഇറാനിലെ ചില യുദ്ധവിദഗ്ധരും പറയുന്നത്. പ്രവർത്തനരഹിതമായ ഒരു വ്യോമ പ്രതിരോധ സംവിധാനമല്ല ഇറാനുള്ളത്, മറിച്ച് ശത്രുവിനെ അപ്രതീക്ഷിതമായി തകർക്കാൻ ശേഷിയുള്ള പതുങ്ങിയിരിക്കുന്ന വേട്ടക്കാരനെ പോലെയാണ് ഇറാനുള്ളത്.
തങ്ങളുടെ മാതൃഭൂമിയെ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകാൻ തയ്യാറായ ഒരു ജനതയുടെയും സൈന്യത്തിന്റെയും നിശ്ചയദാർഢ്യത്തിനു മുന്നിൽ അമേരിക്കയുടെ പണക്കൊഴുപ്പും ആയുധശേഖരവും നിഷ്പ്രഭമാകുന്നു എന്ന് ഇറാൻ ഭരണകൂടത്തിന്റെ വെല്ലുവിളി. താഴ്ന്ന ഉയരത്തിൽ പറന്ന് ആക്രമണം നടത്താമെന്ന അമേരിക്കയുടെ തന്ത്രം ഇറാൻ കൃത്യമായി പൊളിച്ചു. ഉപരിതലത്തിൽ നിന്ന് വായുവിലേക്ക് തൊടുക്കുന്ന ഇറാന്റെ മിസൈലുകൾ അമേരിക്കൻ പൈലറ്റുമാരുടെ പേടി സ്വപ്നമായി മാറുന്നു. വിമാനത്തിൽ നിന്ന് പുറത്തേക്ക് ചാടി ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുന്ന പൈലറ്റുമാരുടെ അവസ്ഥ അമേരിക്കയുടെ സാമ്രാജ്യത്വ മോഹങ്ങൾക്കേറ്റ വലിയ തിരിച്ചടിയാണ് എന്നാണ് ഇപ്പോൾ ഇറാൻ തന്നെ വെല്ലുവിളിക്കുന്നത്. ശത്രു പൈലറ്റുമാരെ പിടികൂടാൻ പാരിതോഷികം പ്രഖ്യാപിച്ച ഇറാന്റെ നടപടി അമേരിക്കയെ മാനസികമായും തളർത്തിയിരിക്കുകയാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും മോശം സാഹചര്യത്തിലൂടെയാണ് അമേരിക്കൻ വ്യോമസേന കടന്നുപോകുന്നത് എന്ന് ഇറാൻ വെല്ലുവിളിക്കുന്നു. സ്വന്തം രാജ്യത്ത് ജനപിന്തുണയില്ലാത്ത ഒരു യുദ്ധത്തിൽ സൈനികരെ ബലി കൊടുക്കുകയാണ് അമേരിക്കൻ ഭരണകൂടം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അമേരിക്കയിൽ നിന്ന് വിമർശനം. രക്തരഹിത യുദ്ധങ്ങൾ ചെയ്ത് ശീലിച്ച അമേരിക്കൻ ജനതയ്ക്ക് തങ്ങളുടെ സൈനികർ ഇറാനിൽ വെടിയേറ്റ് വീഴുന്നത് താങ്ങാവുന്നതിലും അപ്പുറമാണ്. ഈ പ്രതിഷേധം വൈകാതെ തന്നെ ട്രംപ് ഭരണകൂടത്തിന്റെ തകർച്ചയ്ക്ക് കാരണമാകും. ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ പ്രത്യാക്രമണം കേവലം ഒരു സൈനിക നീക്കമല്ല, മറിച്ച് പശ്ചിമേഷ്യയിൽ അമേരിക്കൻ സാന്നിധ്യം ഇനി ആവശ്യമില്ലെന്ന ഉറച്ച പ്രഖ്യാപനമാണെന്നാണ് ഇറാൻ ഭരണകൂടം വാദിക്കുന്നത്. ഹോർമുസ് കടലിടുക്കിലൂടെ ഗതാഗതം തടസ്സപ്പെടുത്താനും ഇന്ധന വിപണിയെ സ്വാധീനിക്കാനും ഇറാന് കഴിയുന്നത് അവരെ മേഖലയിലെ അനിഷേധ്യ ശക്തിയായി മാറ്റുന്നുണ്ട്. അമേരിക്കയുടെ ഭീഷണികൾക്ക് മുന്നിൽ തലകുനിക്കാത്ത ഇറാന്റെ നിലപാട് അടിച്ചമർത്തപ്പെട്ട എല്ലാ രാജ്യങ്ങൾക്കും വലിയൊരു ഊർജം നൽകുകയാണെന്ന് വിദഗ്ധർ പ്രഖ്യാപിക്കുന്നു. 5 ആഴ്ച പിന്നിടുന്ന ഈ യുദ്ധം ഇപ്പോൾ കൂടുതൽ അപകടകരമായ ഘട്ടത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇറാൻ ഭരണകൂടം പൈലറ്റിനെ പിടികൂടുന്നവർക്ക് പാരിതോഷികം പ്രഖ്യാപിച്ചതോടെ സാഹചര്യം സങ്കീർണമായി. തൊട്ടടുത്ത നിമിഷമാണ് ട്രംപ് വെല്ലുവിളിയുമായി രംഗത്തേക്ക് വന്നിരിക്കുന്നത്. ഇതുവരെ ഞങ്ങൾ പൂർണ്ണമായ ഒരു യുദ്ധത്തിലേക്ക് എത്തിയിട്ടില്ല. പൂർണ്ണമായ യുദ്ധത്തിലേക്ക് ഞങ്ങൾ എത്തിയാൽ അത് ഇറാൻ താങ്ങില്ല എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് അമേരിക്ക കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു പൂർണ്ണ യുദ്ധത്തിലേക്ക് എത്താൻ ഞങ്ങൾക്കൊട്ടും താല്പര്യമില്ല എന്നും അമേരിക്ക പറയുന്നു. അമേരിക്കൻ സൈനികർക്ക് നേരെ ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പൈശാചികമായ നീക്കം നിർത്തിയില്ലെങ്കിൽ ഞങ്ങൾ പ്രഹരമേൽപ്പിക്കാനിറങ്ങും, നാശം വിതയ്ക്കാനിറങ്ങുമെന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ വെല്ലുവിളി. ഒരു അമേരിക്കൻ പൈലറ്റ് പിടിയിലായാൽ ഇറാൻ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ലോകരാജ്യങ്ങളെ ആശങ്കപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. പൈലറ്റിനെ കൊലപ്പെടുത്തുമോ? പക്ഷെ അതിന് സാധ്യത വളരെ കുറവാണെന്നാണ് യുദ്ധവിദഗ്ധർ പറയുന്നത്. കാരണം പരമാവധി സമ്മർദ്ദ തന്ത്രങ്ങൾക്കായി പൈലറ്റിനെ ജീവനോടെ നിലനിർത്താനേ അവർ ആഗ്രഹിക്കൂ. എന്നാൽ നിലവിലെ സാഹചര്യത്തിലെ പ്രവചനാതീത സ്വഭാവം കണക്കിലെടുക്കുമ്പോൾ പൈലറ്റ് കൊല്ലപ്പെടാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. അമേരിക്കൻ ആക്രമണങ്ങളിൽ നിരവധി മുതിർന്ന നേതാക്കൾ കൊല്ലപ്പെട്ടതിൽ വെറുപിടിച്ചു നിൽക്കുകയാണ് ഇറാൻ. ഇവർ തടവുകാരോട് കൂടുതൽ കർക്കശമായ നിലപാട് സ്വീകരിച്ചേക്കാം. ശാരീരികമായ പീഡനത്തെക്കാൾ മാനസികമായ പീഡനത്തിനാകും സാധ്യത കൂടുതൽ. മാസങ്ങളോ വർഷങ്ങളോ ഈ ബന്ദി നാടകം നീട്ടിക്കൊണ്ടുപോകാൻ അവർ തയ്യാറായേക്കും. അതിലൂടെ പരമാവധി നേട്ടങ്ങൾ കൊയ്യാനും ശത്രുവിന്റെ മനോവീര്യം തകർക്കാനും ഇറാൻ ശ്രമിക്കും. ഇന്ന് അമേരിക്ക ഭരിക്കുന്നത് 1979 ജിമ്മി കാർട്ടറെ പോലെയുള്ള ഒരാളല്ല, ഡൊണാൾഡ് ട്രംപിനെ പോലെ തികച്ചും പ്രവചനാതീതനായ ഒരു പ്രസിഡന്റിന്റെ കീഴിലാണ്. അദ്ദേഹം എന്ത് നീക്കമാകും നടത്തുക എന്ന് മുൻകൂട്ടി കാണുക അത്ര എളുപ്പമല്ല, അസാധ്യമല്ല. എന്നിരുന്നാലും 50 വർഷം മുൻപത്തെ ആ പഴയ പ്രതിസന്ധിയും കാർട്ടറുടെ പരാജയപ്പെട്ട രക്ഷാദൗത്യവും കാണാതായ പൈലറ്റ് തിരിച്ചെത്തുന്നതുവരെ ഓരോ മണിക്കൂറിലും അമേരിക്കയെ വേട്ടയാടിക്കൊണ്ടിരിക്കും. അമേരിക്കയും ഇറാനും തമ്മിലുള്ള വെടിനിർത്തലിനായി പ്രാദേശിക രാജ്യങ്ങൾ നടത്തുന്ന ശ്രമങ്ങൾ അനിശ്ചിതത്വത്തിലായതായി മധ്യസ്ഥർ അറിയിക്കുന്നു. പാകിസ്ഥാനിൽ വെച്ച് നടക്കാനിരുന്ന ചർച്ചകളിൽ അമേരിക്കൻ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്താൻ തങ്ങൾ തയ്യാറല്ലെന്ന് ഇറാൻ ഔദ്യോഗികമായി അറിയിച്ചതായി വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തു. അതേസമയം ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ തുർക്കിയും ഈജിപ്തും തുടരുകയാണ്. ഖത്തർ തലസ്ഥാനമായ ദോഹയിലോ ഇസ്താംബുളിലോ വെച്ച് ചർച്ചകൾ നടക്കാനുള്ള പുതിയ സാധ്യതയാണ് ഉരുത്തിരിഞ്ഞു വരുന്നത്. ഇറാൻ വെടിനിർത്തലിനായി അഭ്യർത്ഥിച്ചുവെന്ന് ഈ ആഴ്ച ആദ്യം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സോഷ്യൽ മീഡിയയിലൂടെ അവകാശപ്പെട്ടിരുന്നുവെങ്കിലും ഇറാൻ അത് നിഷേധിച്ചു. കൂടുതൽ സങ്കീർണമായ അവസ്ഥയിലേക്ക് പശ്ചിമേഷ്യ എത്തുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.